അതുപോലെ തന്നെ കണക്റ്റഡ് DRLs അല്ല ഇവിടെ കിട്ടുന്നത്, കണക്റ്റഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ കണക്റ്റഡ് ലൈറ്റ്സ് വർക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാന്ന് പറയുന്നത്, ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും കൊണ്ടുണ്ട്, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക്. വേറെ ഏതെങ്കിലും വാഹനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം. 2 സി പോർട്ടുകളാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സി പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എൻലൈനിലും ഇതിനകത്ത് വരുന്ന ആ പ്രൊഫഷനിൽ എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. 7,90,000 രൂപയ്ക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്നുണ്ട് ഓൺ റോഡ് വരുന്ന സമയത്ത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഹുണ്ടായുടെ വെന്യൂ ആണ്. അതായത് ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ടോട്ടലി ഒരു പുതിയ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഹുണ്ടായുടെ ഒരേ പേര് വെച്ച്, അതായത് വെന്യൂ എന്നുള്ളൊരു പേര് വെച്ച് പുതിയ വാഹനം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് വിശേഷങ്ങളുണ്ട്. രാവിലെ എടുത്ത് കുറേ കിലോമീറ്റേഴ്സ് ഒക്കെ ഓടിച്ചു. ഏതായാലും വാഹനം ഡ്രൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ല. ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ, കുറച്ച് ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ വാഹനത്തിന്റെ പുതുമ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അതായത് ഈ ഒരു പോർഷനിലാണ് നമുക്ക് DRL കിട്ടുന്നത്. DRL എന്ന് പറയുമ്പോഴത്തേക്കും ഹോൺ ടൈപ്പ് ആണ്, അതായത് കൊമ്പ്, 2 കൊമ്പാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കൊമ്പും ഇങ്ങനെ ഒരു കൊമ്പും, അങ്ങനെ 2 ഹോൺ ടൈപ്പ് DRLs ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കോഡ് LED ഹെഡ്ലൈറ്റ് ബീംസ് ആണ് നമുക്കിവിടെ വരുന്നത്. അതായത് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 4 എന്ന് മാത്രമാണ്. 1, 2, 3, 4. താഴത്തെ ലോയും മേളത്തെ ഹൈയും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് എയർ കട്ടൻസ് കാണാൻ പറ്റും. ആക്റ്റീവാണ്. എയർ ഇതിലേ വന്ന് നമ്മുടെ ഈ ടയറിൻ്റെ പോർഷനിൽ കൂടെ കൂൾ ചെയ്ത്, അല്ലെങ്കിൽ ഇതിലെ നമുക്ക് പോകുന്ന വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനിൽ നിന്ന് നേരെ ഈ സൈഡിലോട്ട് പോകും. നല്ലൊരു എയറോ ഡൈനാമിക് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു വലിയ സ്കിഡ് പ്ലേറ്റ് ആണ്. ഇത് നമുക്കിത് കാണാൻ സാധിക്കും. ഒരു വലിയൊരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഏരിയ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതായത് ബമ്പറിൻ്റെ സൈഡ് തൊട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5, 6 പാർക്കിംഗ് സെൻസേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. ഇതിൽ അഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ റഡാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെൻറ്ററിൽ നമുക്കിതിൻ്റെ ഗ്ലാസ്സിൽ അതിൻ്റെ ക്യാമറയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രില്ല് ഡാർക്ക് ക്രോം ഗ്രില്ലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെ മേളിൽ കാണാൻ സാധിക്കും. ഇവിടെ താഴത്തെ ഗ്രില്ലിൻ്റെ പോർഷനിൽ നമുക്കിവിടെ ഇൻ്റർകൂളർ കാണാൻ സാധിക്കും. ഇതൊരു ടെർബോ വാഹനമാണ്, അതൊരു പെട്രോൾ ടെർബോ വാഹനമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള. അതിനാണ് ഇൻ്റർകൂളർ താഴെ കൊടുത്തിരിക്കുന്നത്. മേലത്തെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന റേഡിയേറ്ററിൻ്റെ പോർഷനാണ്. ബാക്കി നമുക്ക് ഹുഡ് തുറക്കുമ്പോഴത്തേക്കും കാണാം. അതുപോലെ തന്നെ കണക്റ്റഡ് DRLs അല്ല ഇവിടെ കിട്ടുന്നത്, കണക്റ്റഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഈ കണക്റ്റഡ് ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പൊസിഷൻ ലൈറ്റ് ആണ്. ഹോറിസോണ്ടലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് ഈ ഒരു ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അന്നേരമാണ് ഇത് കണക്റ്റഡ് ലൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വലിയൊരു ഹുഡ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഡിസൈൻസും കാണാൻ നല്ല രസമുണ്ട്. ഹുണ്ടായുടെ വലിയ ലോഗോ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും മുൻവശം കൊണ്ട് കാണുമ്പോഴത്തേക്കും തന്നെ നല്ല ഗും ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലത്തെ പോർഷൻ കൊണ്ട് ഒന്ന് നോക്കാം. ആദ്യം കണ്ണി പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഒരു പാർക്കിംഗ് സെൻസർ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഭാഗം നല്ല മസ്കുലർ ആയിട്ടാണ് ഈ ഫെൻഡർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫെൻഡറിൽ നിന്ന് തന്നെ ഡോറിലോട്ട് ഈ മസ്കുലർ ഡിസൈൻ കയറി വരുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഗുമ്മ് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഗുമ്മൻ ഡിസൈൻ തന്നെ ഈ ഒരു പോർഷനിലും, അതായത് നമ്മുടെ ബാക്കിലത്തെ പോർഷനിലും മസ്കുലറായിട്ട് തന്നെ ആ ഒരു ഡിസൈനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു അടിപൊളി ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അലോയ് വീൽ തന്നെയാണ്, നല്ല കിടിലൻ ഡിസൈനാണ്. അതൊരു ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ടയറിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 215/60/16 ആണ്. 16 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് മാത്രമല്ല N-Line സീരീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ചും കിട്ടുന്നുണ്ട്. അപ്പോൾ N-Line സീരീസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ പൈസ കൂടുതലാണ്, എന്നാലും അതിനുള്ള വർത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സൈഡിലത്തെ മിറർ കാണാൻ സാധിക്കും. ഓട്ടോ ഫോൾഡിങ്ങും നമുക്കിതിനകത്ത് മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പും ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് താഴത്തെ റണ്ണിംഗ് ബോർഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു SUV-യുടെ ഫീലായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്നാന്ന് പറയുന്നത്, ഇതൊരു sub-4 മീറ്റർ വാഹനമാണെന്നുള്ളൊരു കാര്യം തന്നെ. അതായത് ഒരു sub-4 മീറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് രീതി ടാക്സിൻ്റെ കാര്യത്തിലും ഒക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മേലത്തെ പോർഷനിൽ നമുക്ക് ഈ റൂഫ് റെയിൽസ് കാണാൻ സാധിക്കും. ഒരു ബ്രിഡ്ജ് ടൈപ്പാണ് കിട്ടുന്നത്. ഇതൊരു ആക്റ്റീവ് തന്നെയാണ്. നമുക്ക് ലോഡ് കൊടുത്തെന്ന് പറഞ്ഞാലും വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ബാക്കിലത്തെ സി പില്ലറിലോട്ട് ഈ ഒരു സ്ട്രക്ചറിലാണ് ഇത് ഇറങ്ങി വരുന്നത്. അതായത് നമ്മൾ കുറച്ച് ബാക്കിൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ വെന്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സി പില്ലറിൽ കാണാൻ സാധിക്കും. അതും കിടു തന്നെയാണ്. ബാക്കിലത്തെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും, ചെറിയൊരു പോർഷൻ. ഇത്രയും ഭാഗം കാണുമ്പോൾ നമുക്ക് വേറെ ഏതോ വാഹനത്തിൻ്റെ റിസംബലൻസ് തോന്നും. അത് ഏതാ വാഹനം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇട്ടേക്കാം.
നോക്കാം എത്ര പേർക്ക് മനസ്സിലായെന്നുള്ളത്. അതുപോലെ തന്നെ ഡോറിൻ്റെ പില്ലേഴ്സ് എല്ലാം മാറ്റ് ഫിനിഷ് സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്യൂൽ ലിഡ് കാണാൻ സാധിക്കും. 45 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിലത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നത് ഈ ഒരു സ്പോയിലർ തന്നെയാണ് നമ്മുടെ കണ്ണിൽ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും മേളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഡീഫോഗർ നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു റിയർ വൈപ്പറും കിട്ടുന്നുണ്ട്, ഹുണ്ടായുടെ വലിയ ലോഗോയും കാണാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ കോമൺ ആണെങ്കിൽ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ വെന്യൂവിലൊരു ഫസ്റ്റ് ടൈം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതായത് വെന്യൂ എന്നൊരു ബാഡ്ജിങ് ഈ ഒരു ഗ്ലാസ് ഏരിയയ്ക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ടെർബോ എന്നൊക്കെ എഴുതിയിരിക്കുന്ന കുറച്ചാൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടി പിടിച്ച് കഴിഞ്ഞാൽ തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഗ്ലാസിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് നമുക്ക് താഴെ സ്കിഡ് പ്ലേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഗുമ്മൻ ഫീലാണ്. പിന്നെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബാക്കിലും 6 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ദേ ഈ സൈഡിൽ 1, 2, 3, 4, 5 ആൻഡ് 6 സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ടെർബോ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന ഒരു ടെർബോ വാഹനമാണ്. ഒരു 1 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ വലിയൊരു സ്കിഡ് പ്ലേറ്റ്, നമ്മൾ ഫ്രണ്ടിൽ കണ്ടുപോലെ വലിയൊരു സ്കിഡ് പ്ലേറ്റും അതിൻ്റെ ഡിസൈൻസും ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഏരിയ ഒന്ന് കണ്ടാലോ. 375 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ സീറ്റ് മടക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബൂട്ട് സ്പേസ് കൂട്ടാൻ സാധിക്കും. അതുപോലെ ഒരെണ്ണം മടക്കിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ കിട്ടും. നമുക്ക് സ്പെയർ വീല് കിട്ടുന്നതിൻ്റെ സൈസ് 195, 65, 615 ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ടിപ്പിക്കലി ഒരു സ്പെയർ വീലായിട്ട് മാത്രം യൂസ് ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഈ വാഹനത്തിൽ 8 സ്പീക്കർ ബോസിൻ്റെ സിസ്റ്റമാണ്, പ്രീമിയം ബോസിൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി വാഹനത്തിനകത്തുള്ള വിശേഷം കൂടെ നോക്കാം. ഇവിടെ ഒരു പാർസൽ ട്രെയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാലജനാണ് വരുന്നത്. ഹാലജൻ മാറ്റി LED ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്ന ഒരു സജഷൻ. നമ്മളെല്ലാ വാഹനത്തിനും സജഷൻ കൊടുക്കാറുണ്ട്. വലിയ കാര്യമായിട്ടും നടക്കാറില്ല, എന്നാലും നടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഈ കൊടുത്തിരിക്കുന്ന ഒരു പോർഷൻ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പല വീഡിയോസും കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും രീതിക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഈ ഒരു സ്വിച്ചിന് കംപ്ലയിൻറ്റ് വരുമോ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മോട്ടറിന് ലാച്ചിൻ്റെ മോട്ടറിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കീ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ട് അകത്തുനിന്ന് തുറക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിലെ ഒരുപാട് ഫീച്ചേഴ്സുകളിൽ ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയത്, പക്ഷേ ആവശ്യമില്ലാത്തൊരു ഫീച്ചറാണ് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ടിൽറ്റുണ്ട്, പക്ഷേ ടെലിസ്കോപ്പിക് ഇല്ല. അതായത് ഹൈറ്റ് റീച്ചും കൂടെ ആക്കായിരുന്നു. ഇത്രയും ഈ ഒരു ബഡ്ജറ്റിൽ തരുന്ന സമയത്ത് ഇനി അതും കൂടെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് മോശമാണ്. എന്നാലും ഓവറോൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആദ്യം തന്നെ ഈ ഡോർ തുറക്കുമ്പോഴത്തേക്കും ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ഇവിടെ മേളിലൊരു ട്യൂട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഡ്യുവൽ ടോൺ വരുന്ന ഡോർ പാഡ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഡാർക്ക് നേവി കളറും ഡോ ഗ്രേ കളറുമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യം ഒരു പുതിയ ഡിസൈനാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് മിറേഴ്സ്, ഏത് മിറർ സെറ്റ് ചെയ്യണം, മിറർ സെറ്റിങ്ങിൻ്റെ അപ്പ് ഡൗൺ റൈറ്റ് ലെഫ്റ്റ്, മിറർ ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. 1 ടച്ച് അപ്പ് ആൻഡ് 1 ടച്ച് ഡൗൺ ഫ്രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാത്തിനും സിംഗിളാണ് വരുന്നത്. പിന്നെ ഗ്ലാസസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ലെതറേറ്റഡ് ടൈപ്പ് ആംറസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരികയാണ് നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഒരു ചെറിയ പോക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് നമുക്കൊരു വെർട്ടിക്കൽ ടൈപ്പ് AC വെൻ്റാണ് കിട്ടുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു AC വെൻ്റ് നമുക്ക് കാണാം. നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലോസ് ചെയ്ത് വെക്കണമെന്ന് നേരെ താഴോട്ടാക്കി കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലോട്ട് പുഷ് ചെയ്താൽ മതി. ഈ ഒരു വെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ചുമ്മാതെ ഫ്രീ ആക്കി ഇട്ടിരിക്കുന്നതാണ്. ഇവിടെ എന്തെങ്കിലും കൂടെ കൊടുത്തിരുന്നെങ്കിൽ വല്ലതൊക്കെ ഇടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കിയൊക്കെ കുറേ ടിപ്പിക്കലായിട്ടുള്ള നമ്മുടെ ഹുണ്ടായുടെ തന്നെ സെറ്റിംഗ്സ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഓട്ടോ ഓഫിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാണാൻ സാധിക്കും. താഴെ നമുക്ക് OBD റീഡറിൻ്റെ കണക്ട് ചെയ്യാനും ഫ്യൂസ് സാധാരണ ഇവിടെ വരുന്നതാണ്. ഇവിടെ ഫ്യൂസ് വരുന്നുണ്ട്. അതെല്ലാം ടിപ്പിക്കലി സെയിം തന്നെയാണ്. ഫുഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് ഡ്രൈവർ സൈഡ് മാത്രം നമുക്ക് 4-വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ട് ബാക്ക് റിക്ലൈനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാനുവലി മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുമ്പോൾ ഡീ കട്ട് സ്റ്റിയറിംഗ് കാണാൻ സാധിക്കും. അതായത്
ഫ്ലാറ്റ് ബോട്ടം വരുന്നത്, ഡി കട്ട് സ്റ്റിയറിംഗ്. ഏതായാലും കിടുവാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹുണ്ടായുടെ എച്ച് മോസ്കോഡിൽ 3 dots ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 3 ഹുണ്ടായുടെ വാഹനങ്ങൾക്കാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അയോണിക് 5ലും കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടുള്ളത് നമ്മുടെ ക്രെറ്റ EVയിലുമാണ്. പിന്നെ മൂന്നാമത് ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. വേറെ ഏതെങ്കിലും വാഹനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഏതായാലും ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ കൺട്രോൾസ്, ഓട്ടോ ഹെഡ് ലൈറ്റ്, പാർക്ക്, നോർമൽ ഹെഡ് ലൈറ്റ്, ഹൈ വേണമെങ്കിൽ താഴോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് റിയർ വൈപ്പറിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റിൻ്റെ സ്പീഡ് നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിയറിംഗിൻ്റെ കൺട്രോളിലോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോൾസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അഡാസിൻ്റെ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് ഫുള്ള് പോകുന്നത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ്. അതായത് മ്യൂസിക് കൺട്രോൾസും കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ആ ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ സ്റ്റിയറിംഗ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ സാധിക്കുന്ന ഇത്രയും വലിയൊരു ഡിസൈനുള്ള സ്ക്രീൻ ഏരിയ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതായത് 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒന്ന് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, 2 നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ. ഏതായാലും ഹുണ്ടായുടെ ആ പഴയ സ്റ്റൈലിങ്ങിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ മൊത്തം മാറ്റിമറിച്ചുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സ്ക്രീൻ ഇവിടെ കൊണ്ടുവരുന്നതിന് കിടുവാന്ന് തന്നെ ഞാൻ പറയും. കാരണം 12.3 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിടു എന്ന് പറഞ്ഞാൽ കിടു നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ടയർ പ്രഷർ മോണിറ്റർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ടയർ പ്രഷർ എല്ലാത്തിനും കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം, പിന്നെ നമ്മുടെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ ഇപ്പം ബൂട്ട് ഓപ്പൺ ആണ്, റൈറ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ആണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ബാക്കിയുള്ള ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മുടെ പഴയ മോഡൽസിൽ നിന്ന് തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നതാണ്. കാരണം വേറെ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല. അഡാസിൻ്റെ നമുക്ക് ഡിസ്പ്ലേ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടയർ മോണിറ്റർ സിസ്റ്റം നമുക്ക് കാണാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാറ്റുമ്പം നമുക്ക് ഡിജിറ്റലായിട്ടുള്ള കിലോമീറ്റർ സ്പീഡ് കാണാൻ വേണ്ടിയിട്ട് ഇനി ഓരോ ട്രിപ്പ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഓരോന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലോട്ട് വരാം. ഇതൊരു 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. പഴയത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പഴയ ഒരു സ്റ്റൈലിംഗ് അല്ല, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കിടു ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും, ഫോണിൻ്റെ വോയിസ്, ഷെയർ, വെതർ, ക്ലൈമറ്റ്, സെറ്റിങ്സിനകത്ത് കയറുകയാണെങ്കിൽ ഫോൺ കണക്ടിവിറ്റി, വെഹിക്കിളിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കൊടുത്തിരിക്കുന്നതിന് ഇപ്പം 1 ടച്ച് ഇൻഡിക്കേറ്റർ ഫ്ലാഷിംഗ്, ഇപ്പം നമുക്ക് ഫ്ലാഷിംഗ് വരുന്ന എത്രയാണെന്ന് നോക്കാം. ഇപ്പം 3 ആണ് വരുന്നത്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ കാണാൻ സാധിക്കും. അത് വന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ ഞാനത് കാണിച്ചാൽ ലെഫ്റ്റിലിട്ടപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ കാണാം. പക്ഷേ ഈ മിറർ ഫോൾഡഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ഞാൻ ഈ ഫോൾഡിംഗ് ഒന്ന് മാറ്റിത്തരാം. ഫോൾഡിങ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ഇനി നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഒന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ബ്ലൈൻഡ് സ്പോട്ടുകൾ, അതായത് ആ മിററിൽ നോക്കാതെ തന്നെ എനിക്ക് ബാക്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഈ 3 സ്റ്റെപ്പ് ഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പം 3 ഫ്ലാഷിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 ആണ് വരുന്നത്. ഇനി അത് 5 ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 5 പ്രസ് ചെയ്തു. ഇപ്പം ഞാൻ ഒന്നിട്ട് 1 2 3 4 5 യെസ് 5 ഫ്ലാഷിംഗ് ആയി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെൽക്കം മിറർ ലൈറ്റ്, അതായത് മിറർ ഫോൾഡിങ് ഓൺ അപ്രോച്ച്, അതായത് നമ്മൾ എത്തുന്ന സമയത്ത് സ്മാർട്ട് കീ ആയിട്ട് വരികയാണെങ്കിൽ അപ്രോച്ച് ചെയ്യുക, താഴെ ലൈറ്റ് കത്തുക, ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട്, അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നെങ്കിലും തീരത്തില്ല. അപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങളായിട്ട് തന്നെ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ വാഹനം ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഹുണ്ടായുടെ ഷോറൂമിലൊന്ന് വിസിറ്റ് ചെയ്യുക. പോപ്പുലർ ഹുണ്ടായുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നേരെ ഇവിടെ വന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തോട്ട് പോകാം. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് AC വെൻറ്റ് കാണാം. ഇത് ശരിക്കും പറഞ്ഞൊരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ്. കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് വെച്ചാൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സംഗതി ഏതായാലും അടിപൊളിയാണ്. തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ACയുടെ കൺട്രോൾസ് എല്ലാം വരുന്ന ഫിസിക്കൽ സ്വിച്ചാണ്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ സാധിക്കുന്നത്. കാരണം ഫിസിക്കൽ സ്വിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം പൊതുവേ എല്ലാത്തിലും വരുന്ന ടച്ച് തന്നെയാണ്. ഇതിൽ നമുക്ക് ഫിസിക്കൽ സ്വിച്ചസ് വരുന്നത് തന്നെ ഒരു വലിയ ഗുണമാണ്. നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ട്യൂൺ ചെയ്യാൻ വേണ്ടിയുള്ളത്, സെറ്റിങ് നമുക്കിവിടെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമൈസ് ചെയ്തൊരു സ്വിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ഹസാർഡ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാപ്പിൻ്റെ ഹോം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ACയുടെ ക്ലൈമറ്റ് കൺട്രോൾ, എത്ര ടെമ്പറേച്ചറിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏത് ടെമ്പറേച്ചറിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മിനിമം ടെമ്പറേച്ചർ വരുന്നത് 16 ആണ്. ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ടോഗിൾ സ്വിച്ചസ് ആണ് വരുന്നത്. ഫാൻ സ്പീഡ്, ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇൻസൈഡ് സർക്കുലേഷൻ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. റിയർ ഡിഫോഗർ ഓൺ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ഡിഫോഗർ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ മോഡ്സുകൾ ഏത് മോഡിൽ കൂടെ എയർ വരണമെന്നുള്ള സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫുൾ AC ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു ചാർജിങ് പാഡ് വരുന്നുണ്ട്. നമുക്കിവിടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്
USB 2C പോർട്ടുകളാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു C പോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ചാർജിങ് പ്ലസ് USB ആയിട്ട് വർക്ക് ചെയ്യും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം. അതായത് നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ചാർജ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓറഞ്ച് ലൈറ്റ് വരികയാണെങ്കിൽ ചാർജിങ് പ്ലസ് ഡാറ്റ യൂസ് ചെയ്യാൻ വേണ്ടി, ഡാറ്റ അഥവാ നമ്മുടെ ഫോൺ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് പർപ്പസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്കിവിടെ തൊട്ട് താഴെ നോർമൽ ഒരു ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും. വയർലെസ് ആയിട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലൈറ്റ് കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 വോൾട്ടിൻ്റെ ചാർജ് എടുക്കാൻ സാധിക്കും. അതും 80 വാട്ട്സിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ വരുന്ന DCT 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, 2 സീറ്റ് വെന്റിലേഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ക്യാമറയുടെ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്, 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതും വ്യൂസ് പല ടൈപ്പ് വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിലെ ഡോർ ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ മാത്രം കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം നല്ല പക്കയായിട്ട് കാണാൻ സാധിക്കും. അതൊരു കിടു ഫീച്ചർ തന്നെയാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും ഡ്രൈവ് മോഡുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ. ഡ്രൈവ് മോഡ്സ് ഏതൊക്കെ ഈക്കോ, നോർമൽ, സ്പോർട്സ് വരുന്നുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ മോഡ് വരുന്നുണ്ട്. ഇത് രണ്ടും സെറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. നല്ല കിഡുമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഈ സൈഡിലുള്ള പോർഷൻ ഇനി താക്കോലിടാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ചുമ്മാ ഒന്ന് വെച്ച് നോക്കാം. യെസ്, കറക്റ്റ് ഈ കീ ഇതിനകത്തോട്ട് കയറി ഇരിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞാണ്, എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹുണ്ടായുടെ കീ ഒരു രക്ഷയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ കീ മാറ്റിയിരിക്കുകയാണ്. നല്ല രസം തന്നെ നമുക്കിത് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ നമ്മളിത് കാണുന്നത് ഭയങ്കര അപൂർവമാണ്. ലോക്ക്, അൺലോക്ക്, ഹോൾഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടതുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സ്വിച്ചാണ് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വാഹനം ഞാൻ ലോക്ക് ചെയ്തു, ലോക്ക്ഡാണ്. അപ്പോൾ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡാണ്. ഈ ഹോൾഡ് എന്ന് പറഞ്ഞ ഫീച്ചർ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ലൈറ്റ്, യെസ്, അങ്ങനെ വാഹനം സ്റ്റാർട്ടായി. നിങ്ങൾക്ക് വേണ്ട ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ RPM കാണാം 0.7, അല്ല ഇപ്പോൾ 0.8 ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വാഹനം അൺലോക്ക് ചെയ്യാം. അതിനുശേഷം എനിക്ക് ഗ്ലാസുകൾ മാത്രം താക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഗ്ലാസ് മാത്രം ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് മാത്രം ഡൗൺ ആകുന്നതായിരിക്കും. യെസ്, കണ്ടോ, എനിക്ക് ഡൗൺ ചെയ്യാൻ സാധിക്കും. വിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പാണ്. ഇനി ഇത് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ഫോൾഡായി. ഇനി ഗ്ലാസ് നേരെ ക്ലോസ് ആകുന്നതായിരിക്കും. കിടുവല്ലേ? ഇനി റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ താക്കോല് കയ്യിലുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓപ്പൺ ചെയ്യാം. അന്നേരം മിറേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്നതാണ്. ഈ ഒരു ഫീച്ചർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഞാൻ നേരത്തെ കാണിച്ച സെറ്റിങ്സിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. സമയമുള്ളതുപോലെ ഞാനിത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതിൻ്റെ സെറ്റിങ്സ് മാത്രമായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം. കാരണം ഇതിന് വേണ്ടി തന്നെ ഇരുന്ന് നമ്മളിത് കാണിച്ചു തരേണ്ടി വരും. അല്ലാതെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും അധികം ഫീച്ചേഴ്സ് കാണിച്ചുകൊണ്ട്. ഇനി നമുക്ക് സൺവൈസർ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഡ്രൈവർ സൈഡിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും പാസ്പോർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനകത്തോട്ട് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 ലൈറ്റ്സ് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ തന്നെ ഇതൊക്കെ ഒന്ന് LED ആക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഒരു പേഴ്സണൽ സജഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സൺ റൂഫ് കിട്ടുന്നുണ്ട്. ഇത് പനോരമിക് അല്ല, ഒരു സിംഗിൾ പെയിൻ സൺ റൂഫാണ് നമുക്ക് കിട്ടുന്നത്. പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടയ്ക്കുമ്പോൾ തിരിച്ച് വരത്തില്ല, നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റിയർ വ്യൂ മിറർ, ഓട്ടോ ഡിമിംഗ് ഫീച്ചർ വരുന്ന റിയർ വ്യൂ മിററാണ് കിട്ടുന്നത്. ബ്ലൂ ലിങ്ക് സപ്പോർട്ട് ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള എമർജൻസി ടോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ SOS ഫീച്ചർ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ഒരു റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് സൈഡിലായിട്ട് ഈ പോർഷനിൽ വരുന്ന നമ്മുടെ അഡാസിൻ്റെ ക്യാമറയാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. എയർ ബാഗ് ഓഫ് ആണോ അല്ലയോ എന്നുള്ളത്, പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഫ് ആണോ ഓൺ ആണോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചർ വരുന്ന 6 എയർ ബാഗ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാം ഇപ്പോഴത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. യെസ്, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിലെ സീറ്റിലോട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ് തുറക്കുക. ഒബ്വിയസ്ലി ഇത് മുട്ടുന്നുണ്ട്. ഇപ്പം നോർമലായിട്ടുള്ള എൻ്റെ ഒരു പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇനി ഏറ്റവും ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മുട്ടില്ല. പക്ഷേ നോർമൽ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സ് മുട്ടും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മളത് സ്ഥിരം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വർഷമില്ലെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് തരാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ പോർഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ടെറാസോ ടെക്സ്ചർ എന്ന് പറയാം. അതായത് ഇങ്ങനെ കുത്തു പോലെ, എത്ര പേർക്ക് ഇത് വിസിബിൾ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഈ വെട്ട അടിക്കുന്നുള്ളതുകൊണ്ട് ഈ ഒരു ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെന്യൂ എന്നുള്ളൊരു നല്ല ബാഡ്ജിങ് എന്ന് പറയാൻ പറ്റില്ല, ഇതിലോട്ട് തന്നെ എംബോസ് ചെയ്തതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിൽ തന്നെ
എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് കിട്ടുന്നത്. അതിൽ സംഗതി കിടുവാണ്. ഇവിടെ നിന്ന് എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, അതായത് AC-യുടെ ക്ലൈമറ്റ് കൺട്രോളും മീഡിയാസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഈ ഒരു സ്ക്രീൻ വിസിബിൾ ആണ്. പക്ഷേ ഇത് കൂടുതലും നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ട് ഫേസ് ചെയ്താണ് ഇങ്ങനെ ഒരു സ്റ്റീരിയോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മേളിലായിട്ടൊരു സ്പീക്കർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിഫോഗേഴ്സിൻ്റെ എയർ വെൻ്റ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലും ഉണ്ട്, നമ്മുടെ ഡ്രൈവർ സൈഡിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഗ്ലാസ് മാത്രം കിട്ടത്തുള്ളൂ, ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കിടുവായിരുന്നു എന്നൊരു ചെറിയൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഈ ഒരു സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടെയും കൈവച്ചിരിക്കാം. ഈ ഒരു ആംറസ്റ്റും കൂടെ സപ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആംറസ്റ്റിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് വലിയ ഗുമ്മൊന്നുമില്ല, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. മതി, അത്യാവശ്യം ഓക്കെയാണ്. ഇത് ഫിക്സഡ് ആണ് വരുന്നത്, ഇത് നമുക്ക് മൂവബിൾ അല്ല. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റർ കൺസോളിൽ തന്നെ ഇതിനൊരു കോഫി ടേബിൾ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുന്നത്. ഏതായാലും സംഗതി അടിപൊളിയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. കിടു തന്നെയാണ്. ഇതിനകത്ത് മൊത്തം ആംബിയൻ ലൈറ്റ് ഈ ഒരു പോർഷനിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് രാത്രിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വിസിബിളായിട്ട് തന്നെ ഈ ഒരു പോർഷനിലേക്ക് ആംബിയൻ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കോ ഡ്രൈവർ സൈഡിലെ എയർ ബാഗ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പാസഞ്ചർ സൈഡ് എയർ ബാഗ് നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിള്ളേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിലർക്ക് ബേബി സീറ്റോ കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരത്തില്ല. അതിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കിലത്തെ സീറ്റിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം. ഏതായാലും ബാക്ക് സീറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് ഒരു 20 mm കൊണ്ട് ലെങ്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ പോലെ സബ് 4 മീറ്ററാണ്, 3990 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഹൈറ്റ് വൈസ് വെച്ചും വിഡ്ത്ത് വൈസ് വെച്ചും കൂടിയിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം ഹെഡ് റൂം കൂടാനുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. അതുപോലെ തന്നെ വീൽ ബേസ് കൂടിയോണ്ട് തന്നെ നമുക്ക് അകത്തുള്ള ഈ ബാക്കിലത്തെ റോഡൊക്കെ കുറച്ചുകൂടെ ഒരു ലെങ്ത്, ഒരു 20 mm എന്ന് പറഞ്ഞാൽ വലുതല്ല, നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയ ഗുമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സിൽ മാറ്റം വരുത്തിയോണ്ട് തന്നെയാണ് ഇത്രയും പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും ഈ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നല്ല സ്കൂപ്ഡ് ഡിസൈനാണ്. അതായത് ഈ കാണുന്നൊരു സ്കൂപ്ഡ് ഡിസൈൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ നല്ല കംഫർട്ടബിളാണ്. അത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 സ്റ്റേജ് റിക്ലൈനബിൾ ആണ്. 1, 2 സ്റ്റേജ് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതുകൊണ്ട് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഹെഡ് റെസ്റ്റ് ഉള്ളതുകൊണ്ട് അതും കിടുവാണ്. പക്ഷേ ഡ്രൈവർ ഈ 2 സൈഡിൽ മാത്രം നമുക്ക് ഹെഡ് റെസ്റ്റ് കിട്ടുന്നുള്ളൂ. സെൻറ്ററിൽ ഹെഡ് റെസ്റ്റ് ഇല്ല. പക്ഷേ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന ആം റെസ്റ്റ് നമുക്ക് സെൻറ്ററിൽ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ ഒരു നെഗറ്റീവ് കൂടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ കളർ തീം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എൻ ലൈനിലും ഇതിനകത്ത് വരുന്ന ആ ബ്ലാക്ക് കളർ തീം കിടുവാണ്. പക്ഷേ ഇവിടെ വൈറ്റ് വരുന്നത് കാണാൻ നല്ല രസമുണ്ടെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം ഈ സീറ്റിൻ്റെ കാര്യം ഞാൻ ഫ്രണ്ടിൽ പറയാൻ വിട്ടുപോയതാണ്. സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലെ വൈറ്റും താഴെ നേവി ബ്ലൂ ആണ് വരുന്നത്. ഇതൊരു ഡോ ഗ്രേ കളർ, അതുപോലെ തന്നെ താഴെ വരുന്ന ഡാർക്ക് നേവി കളറും കിട്ടുന്നത്. ഏതായാലും ഈ ഒരു കളർ ടെക്സ്ചർ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ യൂസ് ചെയ്ത് ഇത് മുഷിയാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അപ്പം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഓക്കെ. പക്ഷേ എൻ ലൈനിലോട്ട് വരുന്ന സമയത്ത് കിടുവാണ്. അതിൻ്റെ ഫുൾ ബ്ലാക്ക് തീം ഒരു രക്ഷയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. വാഹനം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കുന്നത് നല്ലതാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞത് മാത്രമേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉള്ള രീതിക്കുള്ള ഓപ്ഷൻസ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായി X2, X4, X6 എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ വേരിയൻസ് എല്ലാം പോകുന്നത്. അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. പഴയ ആ ഒരു രീതി എല്ലാം മാറ്റിക്കൊണ്ട് ഇപ്പം പുതുമ കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യമാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് ഒബ്വിയസ്ലി കുറച്ച് കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഭാഗത്തെ തിക്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ റൈറ്റും ലെഫ്റ്റും ശരിക്കും ഇത് 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റും. കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ താഴെ നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷനേ ഉള്ളൂ. സ്പീഡ് കൺട്രോൾ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഉള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നില്ല. തൊട്ട് താഴെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. നേരത്തെ വെന്യൂവിൽ ഒറ്റ ഒരെണ്ണേ വരുന്നുള്ളായിരുന്നു. ഇപ്പോൾ 2 എണ്ണം കിട്ടുന്നുണ്ട്. താഴെ മൊബൈൽ ഫോൺ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹാൻഡിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൈൻഡ്സ് വെൻറ്റ്, അതായത് ഒരു സൺ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഒരു കർട്ടനും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന മദോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു പ്രൈവസി വേണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു കർട്ടൻ 2 സൈഡിലും ഈ സൈഡിലും റൈറ്റ് സൈഡിലും നമുക്കുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ഉയർത്തി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ ലൈറ്റ് അത് അവൈലബിൾ ആണ്, ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാലജൻ തന്നെയാണ് വരുന്ന. LED ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് എഞ്ചിൻ സൈഡിലോട്ടൊന്ന് പോവാം. വാ. യെസ്, നമുക്കിനി ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. ഏതായാലും എൻജിൻ സൈഡ് കൊണ്ട് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബാക്കിയുള്ള എല്ലാ മാറ്റങ്ങളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻജിൻ മാറ്റമൊന്നും വരുത്താതെ എനിക്ക് തോന്നുന്നു ഇവരുടെ നല്ല രീതിക്ക് റണ്ണിങ് ആയിട്ടുള്ളൊരു വേരിയൻറ്റ് തന്നെ ആയതുകൊണ്ടായിരിക്കും അവർ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്താതെ. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ടെർബോ GDA എഞ്ചിനാണ് വരുന്നത്. അതായത് ടെർബോ ഗ്യാസിലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടൈപ്പ് എഞ്ചിനാണ്. അതായത് പെട്രോൾ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. പക്ഷേ 3 സിലിണ്ടർ ആണെങ്കിൽ പോലും നമുക്കിവിടെ ഒരു വൈബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും
ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഈ വാഹനം നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്ന് ഞാൻ പറയും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും ഞാനിത് എങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചിലർക്ക് മനസ്സിലാവും, പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തിരിക്കണം. കാരണം ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ മാത്രം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കൃത്യ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഒരു രക്ഷയില്ല. കാരണം ഏതിലേ കൊണ്ടുപോയിട്ടാണല്ലോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇടവഴിയൊക്കെ ഞാൻ കയറിപ്പോയി തിരിക്കാനും ഒക്കെ നോക്കിയിട്ടും ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സസ്പെൻഷൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷൻ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വാഹനത്തിന് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. നിങ്ങൾക്കൊരു 1 ലിറ്റർ ടെർബോ ചാർജർ ഈ കാണുന്ന എഞ്ചിൻ കിട്ടുന്നുണ്ട്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്, CRDI വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ എല്ലാം കൊണ്ടും അടിപൊളിയാണെന്ന് ഞാൻ പറയും. വാഹനത്തിനകത്ത് തന്നെ നമുക്ക് ഈ എഞ്ചിൻ റൂം തുറന്ന് നോക്കുമ്പോൾ തന്നെ പണിയെടുക്കാനുള്ളൊരു ആവേശം കൂടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് വലിയ സ്ഥലം, ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ തിക്ലി പാക്ഡ് അല്ല. അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് മെക്കാനിക്കിനാണെങ്കിലും പണി ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ സജഷൻ. കാരണം പല വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം നമ്മൾ നോക്കുമ്പോൾ കൈയിടാനുള്ള ഇടയുണ്ടെങ്കിൽ തന്നെ ഒരു പണി ചെയ്യാൻ വേണ്ടി ഒരു സന്തോഷം തോന്നാറുണ്ട്. ഇത് ഞാൻ മെക്കാനിക്കൽ സൈഡിൽ നിൽക്കുന്നവരെ കുറിച്ച് ഓർത്ത് പറഞ്ഞാണ്. ബാക്കിയുള്ളവരിത് ശ്രദ്ധിക്കേണ്ട, വിട്ടോളൂ. ഇനി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് കൂടെ നോക്കിയല്ലോ. ഞാൻ ഏതായാലും കുറേ ഡ്രൈവ് ചെയ്തു. ഇനി നിങ്ങളെ കൂടെ അത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഏതായാലും എനിക്ക് ഈ വാഹനം പേഴ്സണലായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ വാഹനം ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ വ്യത്യാസങ്ങളും എല്ലാം നോക്കി ശരിക്കും കിടുവാണ്. ഏതായാലും നമുക്കൊരു ഡ്രൈവ് പോകാം. ഞാൻ പാർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, ഇലക്ട്രിക് പാർക്ക് മോഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് മോഡ് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓട്ടോ ഹോൾഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാഹനം ഇപ്പോൾ ഓട്ടോ ഹോൾഡ് തന്നെയാണ്. ഈ ഓട്ടോ ഹോൾഡ് ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ നേരെ ഒരു കുത്തനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ബ്രേക്ക് ഒരു 2 സെക്കൻഡ് കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഓട്ടോ ഹോൾഡ് ആവും. പിന്നെ നമ്മൾ ബ്രേക്കോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഹോൾഡ് ഫീച്ചർ മാറുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് പാർക്ക് ബ്രേക്ക് വലിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റ് കയറുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് ഡോർ അടഞ്ഞിട്ടില്ല. ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ഈ ആൻറ്റി ഇതുപോലെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം. യെസ്, ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഡ്രൈവ് തുടങ്ങാം. ഏതായാലും ഈ വാഹനം കുറച്ചേറെ ദൂരം ഓടിച്ചതിൽ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറയാനാണെങ്കിൽ തന്നെ ഒരു രക്ഷയില്ല. കിടു എന്ന് പറഞ്ഞാൽ കിടു. സസ്പെൻഷൻ്റെ സൈഡ് വെച്ച് നോക്കുകയാണെങ്കിലും പെർഫെക്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ സെഗ്മെൻ്റ് എല്ലാം ആൾക്കാരിപ്പോൾ നോക്കുന്നത് നല്ല രീതിക്കുള്ള സസ്പെൻഷൻ, ഡ്രൈവ് കംഫോർട്ട്, ഈ ഒരു 2 കാര്യത്തിലും കമ്പനി ഇപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്യാം ഞാൻ ഈ പറയുന്നതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ടെന്നുള്ളത്. കാരണം ഞാൻ കൊള്ളത്തില്ലെന്ന് തന്നെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന് ടെസ്റ്റ് ഡ്രൈവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പോപ്പുലർ ഹുണ്ടായുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അവരോട് ടെസ്റ്റ് ഡ്രൈവ് ആവശ്യപ്പെടാം. വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഒരു കാരണവശാലും എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തില്ല. 7,90,000 രൂപയ്ക്ക് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്നുണ്ട്. ഓൺ റോഡ് വരുന്ന സമയത്ത് 9 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. എന്നാലും ബേസിനെ കഴിഞ്ഞും കുറച്ചുകൂടെ നല്ല അതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യും. കാരണം ഒരുപാട് ഫീച്ചേഴ്സ്, ഇത്രയും ഫീച്ചേഴ്സ് ഒരു ബേസ് വേരിയൻ്റ് കിട്ടുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അതിന് അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. മോശപ്പെട്ട റോഡും കൂടെ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പം കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ സസ്പെൻഷൻ സൈഡ് എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മൾ കുഴിക്കാതെല്ലാം കൊണ്ടങ്ങോട്ട് ഇടാം. അതുകൂടെ ഒന്ന് കാണിച്ചോളേ. യെസ്, ഓക്കെ. അപ്പോൾ ഏതായാലും മോശപ്പെട്ട വഴിയും കൂടെ ഓടിച്ച് നോക്കിയപ്പോഴേക്കും നമുക്ക് ആ സസ്പെൻഷൻ്റെ സൈഡ് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്. അതായത് മോശപ്പെട്ട വഴി കൂടെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അകത്ത് അത്രയും ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സസ്പെൻഷൻ വൈസ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിടുവാണ്. ഈ ഏത് സെഗ്മെൻറ്റിലുള്ള ആൾക്കാർ വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്ന് ക്രെറ്റയാണോ ഈ വാഹനം വേണമെന്ന് വെച്ചാൽ ഞാൻ ഉറപ്പിച്ച് പറയും ഈ വാഹനം തന്നെ എടുക്കാനേ പറയത്തുള്ളൂ. കാരണം വെന്യൂ തന്നെയാണ്. കാരണം ഫീച്ചർ റിച്ച് ആണ് ഇപ്പം ഈ വാഹനം വരുന്നത്. ഒരു ഡൗട്ടും ഇല്ല ആ ഒരു കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ എവിടെ പോയിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാനോ ഇങ്ങനെയൊക്കെ തിരിക്കാനൊക്കെ ആണെങ്കിലും 360 ഡിഗ്രി ക്യാമറയുടെ സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. എഡ്ജ് പോർഷൻസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫുള്ളായിട്ടുള്ള വ്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ കാര്യങ്ങളൊക്കെ ഈ സൈഡിലത്തെ ഗ്യാപ്പ് കണ്ടോ, ഈ കറക്റ്റ് ഗ്യാപ്പെല്ലാം നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വാഹനത്തിൻ്റെ കളർ മാത്രം വൈറ്റ് അല്ല, നമ്മുടെ വാഹനം ബ്ലൂ ആണ്. കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ ഏതായാലും സംഗതി
ഒരു രക്ഷയില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇത് കൊണ്ട് കാണിച്ചേക്കണേ ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇടുന്ന സമയത്ത് ബ്ലൈൻഡ് സ്പോട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലെ പ്ലസും മറ്റേത് മൈനസ്, ലെഫ്റ്റ് സൈഡിൽ മൈനസും ആണ് വരുന്നത്. നമുക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി മൈനസും കൊടുത്തിട്ടുണ്ട്, അപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൈറ്റ് സൈഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഗിയറിൽ പോലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തിട്ടുണ്ട്. താഴോട്ടാണെങ്കിൽ നമുക്ക് ഡൗൺ ചെയ്യാനും മേലോട്ടാണെങ്കിൽ അപ്പ് ചെയ്യാനും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് സ്പീഡ് അനുസരിച്ച് മാത്രം ഇതിൻ്റെ ഗിയേഴ്സ് ഷിഫ്റ്റ് ആകത്തുള്ളൂ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു 4th ഗിയറിൽ പോകാണ്ട് സ്പീഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഗിയേഴ്സ് അപ്പ് ഷിഫ്റ്റായി കിട്ടുന്നതായിരിക്കത്തില്ല. ഇനി നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും തന്നെ നന്ദി, നമസ്കാരം.